കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനത്തിലെ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് ഗൗരവമായ കേസായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും കണ്ടെത്തൽ. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഗുരുതരമായ കണ്ടെത്തലാണല്ലോ ഈ റിപ്പോർട്ടിലുള്ളത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? കീർത്തന, തൻ്റെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച പറ്റിയെന്ന് കാണിച്ചുകൊണ്ടാണ് അതിജീവിത മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ DYSP നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പരാതിക്കാരിയുടെ പരാതി ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഈ അതിജീവിതയുടെ വൈദ്യപരിശോധന നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ സാരാംശം. ഗൗരവമായ കേസായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടർമാരെ കൊണ്ട് വൈദ്യപരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നു. മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ തന്നെ ഈ കേസിൻ്റെ ഗൗരവം സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും ഈ ഗൗരവം കണക്കിലെടുക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം. മെഡിക്കൽ കോളേജ് അധികൃതർ ഈ അപേക്ഷ ഗൗരവത്തിലെടുത്തില്ല. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കാൻ കാരണമായതെന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സമാന്തരമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പോലീസ് ഉത്തരമേഖല DIG ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണമെന്ന ശുപാർശയോടുകൂടിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നുള്ള ഒരു ഗുരുതര കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.